ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് എന്ന് വെച്ചാൽ ഇപ്പോൾ 17-ാം തീയതി ആരംഭിക്കുന്ന 2 മാസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനം ഭംഗിയായിട്ട് നടക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ പ്രയോറിറ്റി. അതിനായിരിക്കണം ഇപ്പോൾ മുൻഗണന കൊടുക്കേണ്ടത്. ഇപ്പോൾ ചാർജ് വിടുന്ന ബോർഡ് തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന തീർത്ഥാടനത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളും ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവരൊന്നും ചെയ്യാതിരിക്കുന്നില്ലല്ലോ. അതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. എന്തെല്ലാം ഒരുക്കങ്ങളുണ്ടെങ്കിലും സീസൺ അങ്ങോട്ട് ആരംഭിക്കുമ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും വരും. അപ്പോൾ എനിക്കാകെ ഇപ്പോൾ പറയാനുള്ളത്, കാരണം ബാക്കി കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കണില്ല, ഈ സീസൺ നന്നായിട്ട് നടത്താൻ, അതല്ലെങ്കിൽ പിൽഗ്രിമേജ് നന്നായിട്ട് നടത്താൻ എന്തെല്ലാം ചെയ്യണമോ ഒരു കുറ്റമറ്റ രീതിയിൽ നടത്തണം. അതാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ വന്ന് തൊഴുതു പോകുന്ന ഭക്തന്മാർക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു ദർശനം കിട്ടി, അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് തോന്നത്തക്ക രീതിയിലുള്ള അങ്ങനെ ഒരു ദർശനം കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അത് വെയിറ്റ് ചെയ്യുന്ന സമയം, പൊതുവേ ഉള്ള മലയിലെ ഒരു ഹൈജീന്, മറ്റ് ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരു സുതാര്യമായി ഉള്ള ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശബരിമലയിൽ വന്നു പോകുന്ന ആളുകൾക്കൊരു തൃപ്തി ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു കൺസേൺ എന്ന് എനിക്ക് തോന്നുന്നു. അത് ഏറ്റെടുക്കുന്നവരൊക്കെ വലിയ വിവാദങ്ങളിലും ഒക്കെ പെട്ടു. അപ്പോൾ സാറിന് അങ്ങനെ ഒരു കൺസേൺ ഉണ്ടോ? എനിക്ക് അങ്ങനെ യാതൊരു ആശങ്കയുമില്ല. കാരണം ഒരുപാട് അങ്ങനെ എല്ലാ കിരീടത്തിലും മുള്ളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വയ്ക്കുന്ന രീതി പോലെ ഇരിക്കും. ഒന്നുമില്ല. അല്ല, CM വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെ കാണണമെന്ന് വിചാരിക്കുന്നില്ല. പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. എൻ്റെ പേര് ഇതിനകത്ത് പരിഗണിക്കപ്പെടേണ്ട കാര്യമില്ലല്ലോ. കാരണം ഞാനിപ്പോഴും മനസ്സുകൊണ്ടൊരു ഉദ്യോഗസ്ഥനായതുകൊണ്ടായിരിക്കണം. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ തിരക്കേടൊന്നുമില്ല, എനിക്കത് ചെയ്യാൻ സാധിക്കും, പരിചയമുണ്ടല്ലോ. പിന്നെ ഞാനൊരു ഈശ്വരവിശ്വാസിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതൊരു നിയോഗമായിട്ട് ഞാൻ കാണുകയാണ്. ഒരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കുകയാണ് ഗവൺമെൻറ്റും അതിൻ്റെ പിന്നിൽ ഭഗവാനും എന്നാണ് വിചാരിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്ന് സംസാരിക്കും. ദേവസ്വം ബോർഡിന്റെ മാനുവലിൽ ഒരു പരിഷ്കരണം ആവശ്യമാണെന്ന് തോന്നുന്നില്ലേ? അതൊന്നും പറയാറായിട്ടില്ല. മാനുവലൊക്കെ ഇനി പഠിച്ചു നോക്കണം. പണ്ട് നോക്കിയല്ലേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ അതിലേക്കാണോ ശ്രദ്ധ പോകേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പോകണം, കാരണം കോടതിയുടെ വിഷയമാണ്, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാനും കൂടി എൻ്റെ ഒരു ഭരണകാലത്ത്, അല്ലെങ്കിൽ ഞാൻ ചാർജിലിരിക്കുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും നമ്മൾ നോക്കണമല്ലോ. ഭാവിയിൽ ഇപ്പോൾ സംഭവിച്ചതുപോലെയൊന്നും സംഭവിക്കാതിരിക്കാൻ നിയമപരമായും നടപടിക്രമങ്ങളിലുമൊക്കെ എന്തൊക്കെ മാറ്റം വേണം, ശാക്തീകരണം വേണം, ഓഡിറ്റിംഗ് വേണം, അക്കൗണ്ടിങ് വേണം, അക്കൗണ്ടബിലിറ്റി വേണം, അതൊക്കെ നമുക്ക് പതുക്കെ ചെയ്യും. ഇപ്പോൾ ജനുവരി 15-ന് നമ്മൾ മകരവിളക്ക് വരെ ഉള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ. കാരണം ലക്ഷോപലക്ഷം ആളുകൾ വരുന്ന സമയത്ത് അതിനാണ് പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കും. ഞാനീ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മളെ ഇമ്മീഡിയറ്റ് പ്രോബ്ലമല്ല, ഇമ്മീഡിയറ്റ് അസൈൻമെൻ്റ് എന്ന് പറയുന്ന നമ്മുടെ തീർത്ഥാടന കാലം ഭംഗിയാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് തീർച്ചയായിട്ടും വളരെ വലിയ മുൻഗണന തന്നെയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ അതാണ്.